തണ്ണിമത്തൻ കയറ്റിയ ലോറിയിൽ വന്ന സ്ഫോടക വസ്തുക്കൾ ക്വാറി ആവശ്യത്തിന്, പിന്നിൽ വലിയ കണ്ണികളെന്ന സൂചന. ഇന്നലെ വൈകിട്ട് പാലക്കാട് മെഡിക്കൽ കോളേജിന് സമീപത്തു നിന്നാണ് ചരക്ക് മിനി ലോറിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തണ്ണിമത്തനുകൾ കയറ്റിവന്ന ലോറിക്കുള്ളിലായിരുന്നു സ്ഫോടക വസ്തു ഒളിപ്പിച്ചിരുന്നത്. ടൗൺ സൗത്ത് പോലീസ് പരിശോധനയ്ക്കിടെയാണ് ലോറി പിടികൂടിയത്. തമിഴ്നാട് ധർമ്മപുരിയിൽ നിന്നാണ് ലോറി വന്നത്. ജലാറ്റിൻ സ്റ്റിക്കുകളും ഫ്യൂസുകളുമാണ് ഉണ്ടായിരുന്നത്. തമിഴ്നാട്ടിൽ നിന്നാണ് സ്ഫോടക വസ്തുക്കളുമായി ലോറി വന്നത്. തൃശൂരിലേക്ക് പോകുന്നതിനിടെയാണ് പിടിയിലായത്. 100-ലേറെ പെട്ടികളിലായി 4000-ഓളം ജലാറ്റിൻ സ്റ്റിക്കുകളും 17 ഡിറ്റനേറ്ററുകളും പിടിച്ചെടുത്തു. കോറികളിൽ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കളാണിവ. സേലത്തുനിന്ന് തൃശൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഇവയെന്നാണ് മൊഴി. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ വർഷം കോയമ്പത്തൂരിൽ നിന്നെത്തിച്ച 5000-ഓളം ജലാറ്റിൻ സ്റ്റിക്കുകൾ പോലീസ് പിടികൂടിയിരുന്നു. പടക്ക നിർമ്മാണത്തിനാണ് ഇവ ഉപയോഗിക്കുന്നതെന്നാണ് കരുതപ്പെടുന്നത്. വിഷു അടുത്തതോടെ വ്യാപകമായി കുടിൽ വ്യവസായം എന്ന നിലയിൽ പടക്കം നിർമ്മിക്കുന്നത് പതിവാണ്. തൃശൂരിലും പാലക്കാട്, തൃശൂർ അതിർത്തി ജില്ലകളിലുമാണ് പടക്ക നിർമ്മാണം നടക്കുന്നത്. അതേസമയം കോറി ഉപയോഗത്തിനും ഇവ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. അടുത്തിടെ പാലക്കാട്, പുതുനഗരം എന്നിവിടങ്ങളിൽ നിന്ന് പന്നിപ്പടക്കം പിടികൂടിയിരുന്നു. ബോംബ് നിർമ്മാണത്തിനുപയോഗിക്കുന്ന വസ്തുക്കളിലൊന്നാണ് ജലാറ്റിൻ സ്റ്റിക്ക്. UTV ന്യൂസ്, പാലക്കാട്.